Today we discuss about the objectives of monetary policy. Objectives of monetary policy of India are stated by RBI. The following are the objectives of monetary policy: price stability, controlled expansion of bank credit, promotion of fixed investment, restriction of inventories and stocks to promote efficiency, reducing the rigidity. All these are detailed in the each slides. Okay, the first one discuss about the price stability. What do you mean by price stability? Price stability implies promoting economic development with the considerable emphasis on price stability. അപ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് സ്റ്റെബിലിറ്റി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രൈസ് സ്റ്റെബിലിറ്റിക്കാണ്. ഓക്കെ, the center focus is to facilitate the environment which is favorable to the architecture that enables the developmental project to run swiftly while also maintaining a reasonable price stability. അപ്പോൾ നമ്മളുടെ ഈ മോണിറ്ററി പോളിസിയുടെ സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് ദ എൻവയോൺമെൻറ്റ്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ സറൗണ്ടിങ്സിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, വിച്ച് ഈസ് ഫേവറബിൾ ടു ദ ആർക്കിടെക്ചർ ദാറ്റ് എനേബിൾസ് ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റ്, അതായത് ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റുകളെ കൂടുതൽ എഫക്റ്റീവായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ തക്ക രീതിയിലുള്ള ഒരു നല്ലൊരു ഡിസൈൻ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ചെയ്യുക. അപ്പോൾ ഈ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റ് നല്ല രീതിയിൽ റൺ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രൈസ് സ്റ്റെബിലിറ്റിക്കാണ്. അപ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദിസ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മോണിറ്ററി പോളിസി. ഇപ്പോൾ മോണിറ്ററി പോളിസിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റുകൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുമ്പോഴും നമ്മളവിടെ എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രൈസ് സ്റ്റെബിലിറ്റിക്കാണ്. അപ്പോൾ ദിസ് ഈസ് നോൺ ആസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ മോണിറ്ററി പോളിസി, പ്രൈസ് സ്റ്റെബിലിറ്റി. The next is the controlled expansion of bank credit. Controlled expansion of bank credit. But one of the important function of RBI is the controlled expansion of bank credit and money supply with special attention to seasonal requirement for credit without affecting the output. അപ്പോൾ ഇവിടെ കൺട്രോൾഡ് എക്സ്പാൻഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് മണി സപ്ലൈ. അപ്പോൾ ഇവിടെ മണി സപ്ലൈ നടത്തേണ്ടത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോർ അറ്റൻഷൻ ഈസ് ഗിവൺ ടു സീസണൽ റിക്വയർമെൻറ്റ് ഫോർ ക്രെഡിറ്റ്. അതായത് സീസണൽ റിക്വയർമെൻറ്റ്, നമ്മൾ സീസണൽ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുന്നത്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് അവരുടെ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യാതെ ആവശ്യമായ നേരത്തെ തന്നെ നമുക്ക് അവർക്ക് ഫിനാൻസ് എത്തിക്കാനായിട്ട് സാധിക്കുക. അതാണ് കൺട്രോൾഡ് എക്സ്പാൻഷൻ ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. ദ നെക്സ്റ്റ് ഈസ് ദ പ്രൊമോഷൻ ഓഫ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. Promotion of fixed investment. The main aim of promotion of fixed investment is to increase the productivity of investment by restraining non-essential fixed investment. അതായത് അത്ര എസെൻഷ്യൽ അല്ലാത്ത, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ റെസ്ട്രെയിൻ ചെയ്തുകൊണ്ട്, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ ഇൻക്രീസ് ചെയ്യിക്കുക. അതാണ് പ്രൊമോഷൻ ഓഫ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ അത് ഇൻക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമ്മൾ റെസ്ട്രെയിൻ ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക, അതിനെയൊക്കെ ചുരുക്കുക, കൺട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊമോഷൻ ഓഫ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ പ്രൊമോഷൻ ഓഫ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അത്ര എസെൻഷ്യൽ അല്ലാത്ത നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറച്ചുകൊണ്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വർദ്ധിപ്പിക്കുക. അതാണ് പ്രൊമോഷൻ ഓഫ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഈസ് ദ റെസ്ട്രിക്ഷൻ ഓഫ് ഇൻവെൻട്രീസ് ആൻഡ് സ്റ്റോക്സ്. The
എക്സസ് ഓഫ് സ്റ്റോക്ക് ഓഫൺ റിസൾട്ട്സ് സിക്നെസ് ഓഫ് ദി യൂണിറ്റ്. അതായത് കൂടുതലായിട്ട് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട്സ് ദ സിക്നെസ് ഓഫ് ദി യൂണിറ്റ്. ആ യൂണിറ്റുകൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. ഓക്കെ, സിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള യൂണിറ്റുകളാണ് നമ്മൾ സിക്ക് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് ഓഫ് സ്റ്റോക്ക്, അതായത് കൂടുതലായിട്ട് നമ്മൾ സ്റ്റോക്ക് സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ് നമ്മൾ സിക്ക് യൂണിറ്റായിട്ട് പോകും. അപ്പോൾ പ്രവർത്തനരഹിതമില്ലാതായി പോകും. അപ്പോൾ ഇതൊരു മെയിൻ പ്രോബ്ലമാണ് നമ്മളുടെ സമൂഹത്തിൽ, നമ്മുടെ ബിസിനസ് ഫീൽഡിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഈ പറഞ്ഞ സിക്ക് യൂണിറ്റുകൾ. അപ്പോൾ ഈ എക്സസ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ദ യൂണിറ്റ് വിൽ ബിക്കം സിക്ക് യൂണിറ്റ്. അപ്പോൾ ഇത് മേജർ പ്രോബ്ലമാണ്. ടു അവോയ്ഡ് ദീസ് പ്രോബ്ലം അത് സെൻട്രൽ മോണിറ്ററി അതോറിറ്റി, അപ്പോൾ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ RBI കൊണ്ടുവന്ന ഒരു റെസ്ട്രിക്ഷനാണ് റെസ്ട്രിക്ഷൻ ഓഫ് ഇൻവെൻട്രീസ് ആൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് മൂലം സിക്ക് യൂണിറ്റുകൾ ഉണ്ടാകുന്നു. ഓവർ സ്റ്റോക്കിംഗ് മൂലം സിക്ക് യൂണിറ്റുകൾ ഉണ്ടാകുന്നു. അതായത് നമ്മൾ സ്റ്റോക്ക് അമിതമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ദ യൂണിറ്റ്സ് വിൽ ബിക്കം സിക്ക് യൂണിറ്റ്സ്. അപ്പോൾ ഇതൊരു മേജർ പ്രോബ്ലമാണ് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലമാണ് ഈ സിക്ക് യൂണിറ്റുകൾ. അപ്പോൾ ടു അവോയ്ഡ് ദീസ് പ്രോബ്ലം, ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ക്യാരീസ് റെസ്ട്രിക്ഷൻ ഓഫ് ഇൻവെൻട്രീസ് ആൻഡ് സ്റ്റോക്ക്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ ഓഫ് ഇൻവെൻട്രീസ് ആൻഡ് സ്റ്റോക്ക് ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RBI കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ ഓഫ് ഇൻവെൻട്രീസ് ആൻഡ് സ്റ്റോക്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ ഒരു പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ടു അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് ഐഡിൽ മണി ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഓരോ ഓർഗനൈസേഷനിലുമുള്ള ഓവർ സ്റ്റോക്കിംഗ്, അതായത് ഓർഗനൈസേഷനിൽ ഓവർ സ്റ്റോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഐഡിൽ മണി, അതായത് ക്യാഷ് യൂട്ടിലൈസ് ചെയ്യാതെ കിടക്കുന്നതൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ ഓഫ് ഇൻവെൻട്രീസ് ആൻഡ് സ്റ്റോക്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊമോട്ട് എഫിഷ്യൻസി. അപ്പോൾ ടു പ്രൊമോട്ട് എഫക്റ്റീവ് അല്ല, അത് നിങ്ങൾ കറക്ഷൻ ചെയ്യണം. ടു പ്രൊമോട്ട് എഫിഷ്യൻസി. അപ്പോൾ എന്താണ്? ടു പ്രൊമോട്ട് എഫിഷ്യൻസി, നോട്ട് എഫക്റ്റീവ്. അപ്പോൾ പ്ലീസ് ബി കറക്റ്റ്. നോട്ട് എഫക്റ്റീവ്, ടു പ്രൊമോട്ട് എഫിഷ്യൻസി. എന്താണ്? ടു പ്രൊമോട്ട് എഫിഷ്യൻസി. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ സെൻട്രൽ ബാങ്ക് എഫിഷ്യൻസി കൊണ്ടുവരുന്നത്? എങ്ങനെയൊക്കെയാണ്? ഇറ്റ് ട്രൈസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി. അതായത് പ്രധാനമായിട്ടും ഇത് ആഗ്രഹിക്കുന്നത് ഇറ്റ് ട്രൈസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എഫിഷ്യൻസി കൊണ്ടുവരിക. ആൻഡ് ട്രൈസ് ടു ഇൻകോർപ്പറേറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ്. അപ്പോൾ ട്രൈസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇൻകോർപ്പറേറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ്. ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അടിമുടി വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ഏതൊക്കെ മേഖലകളിലാണ് ഇനി ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ, സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് നോക്കാം. ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് സച്ചസ് ഡീറെഗുലേറ്റിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഈസ് ഓപ്പറേഷണൽ കൺസ്ട്രെയിൻസ് ഇൻ ദ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം. അതായത് ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കുകളിൽ ലോൺ കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ട് കൊടുക്കുക. ദെൻ ടു ഇൻട്രൊഡ്യൂസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്സ്, ക്യാഷ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ ട്രഷറി ബിൽസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻട്രൊഡ്യൂസിങ് ദ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡീറെഗുലേറ്റിംഗ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ്, പിന്നെ ഈസ് ഓപ്പറേഷണൽ കൺസ്ട്രെയിൻസ് ഇൻ ദ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം. അതായത് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതിലുള്ള കൺസ്ട്രെയിൻസ് അത് എളുപ്പത്തിൽ മാറ്റിയെടുക്കുക. ഇതൊക്കെയാണ് ഇവിടെ പറയുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഫിഷ്യൻസി, നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ദ ലാസ്റ്റ് വൺ ഈസ് ദ റെഡ്യൂസിങ് ദ റിജിഡിറ്റി. അപ്പോൾ റെഡ്യൂസിങ് ദ റിജിഡിറ്റി, അപ്പോൾ ഇത് ഈ ഒരു ഒബ്ജക്റ്റീവ് RBI കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് എൻകറേജസ് മോർ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. നല്ലൊരു കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാനും ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഇറ്റ് മെയിൻറ്റെയിൻസ് കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ സിസ്റ്റം, അല്ലേ? അപ്പോൾ ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെയാണ്.
ഇവിടെ പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ആവശ്യമായ എപ്പോഴാണ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റം വെൻ എവർ ആൻഡ് വേർ എവർ നെസസറി ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ, എപ്പോഴൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വേണ്ട ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടത്. ആൻഡ് പ്രൂഡൻസ് ഇൻ ദ ഓപ്പറേഷൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഒരു പ്രൂഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സത്യസന്ധത. പ്രൂഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ നടത്തുക. ഇതാണ് ഈ റെഡ്യൂസിങ് ദ റിജിഡിറ്റിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.